നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചി തൈരാണ്. സദ്യയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഇഞ്ചി തൈര്. അതാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ലിറ്റർ തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തൈര് എടുക്കുമ്പോഴെപ്പോഴും നല്ല കട്ട തൈര് എടുക്കണം. തൈര് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു കോർക്ക് കൊണ്ടോ ഒരു തവി കൊണ്ടോ ഇതേപോലെ നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ല കട്ട തൈരാണ്. ഇതേപോലെ തൈര് വേണം നമ്മൾ എടുക്കാനായിട്ട്. സദ്യ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ട്രബിളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി തൈര് കൂട്ടുന്നത്. ഇതേപോലെ നമ്മുടെ വീടുകളിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ തയ്യാറാക്കാവുന്നതാണ്. വളരെ പെട്ടെന്നാണ്, ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വിഭവമാണ്. എന്നാൽ കൂട്ടാനും നല്ല ടേസ്റ്റുമാണിത്. അപ്പോൾ നമ്മൾ തൈരെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് ഉടയണം, കട്ടയുണ്ടാകരുത്. നന്നായിട്ട് ഉടച്ചെടുക്കണം. മിക്സിയിലൊന്നും അടിക്കരുത്. മിക്സിയിൽ അടിക്കുമ്പോൾ ഇത് വെള്ളം പോലെ ആയിപ്പോവും. അത് കാരണം നമ്മൾ മിക്സിയിലൊന്നും അടിക്കരുത്. തവി കൊണ്ട് തന്നെ അല്ല ഒരു കോർക്ക് കൊണ്ടോ ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങ ചേർത്തും നമുക്ക് ഇഞ്ചി തൈര് തയ്യാറാക്കാം. തേങ്ങ ഇല്ലാതെ നമുക്ക് ഇഞ്ചി തൈര് തയ്യാറാക്കാം. പക്ഷെ അധികം പുളിപ്പില്ലാത്ത തൈര് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പം നമ്മൾ തേങ്ങ ചേർത്താണ് തൈര് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നമ്മളിത് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ ടേസ്റ്റ് വേണം മുൻപേ നിൽക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഇഞ്ചി നമ്മൾ ചേർക്കുന്നത്. ഈ ഇഞ്ചിയും ചേർത്തതിന് ശേഷം ഈ തൈരിൽ നിന്ന് കുറച്ച് തൈരെടുത്ത്, വെള്ളം ചേർക്കരുത്, ഇത് അരയാനായിട്ടുള്ള തൈര് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. തേങ്ങയും തൈരും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈരിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇതേപോലെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ച തേങ്ങയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേർത്തെടുക്കണം. എല്ലാം നന്നായിട്ട് യോജിക്കണം. നല്ല രീതിയിൽ നമ്മൾ ഇളക്കിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അവയ്ക്ക് ഉപ്പ് മതിയൊന്നൊന്ന് ചെക്ക് ചെയ്യണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി ഇതിനൊരു വറ കൂടെ ഇടണം. നമ്മളിത് അടുപ്പത്തൊന്നും വെച്ച് ചൂടാക്കുകയൊന്നും വേണ്ട. ഇതേപോലെ തന്നെയാണ് എടുക്കേണ്ടത്. ഇനി നമുക്കൊരു വറ തയ്യാറാക്കണം. വറ തയ്യാറാക്കുന്നതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറിയ പൊടികളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കാരണം ഇഞ്ചി തൈരാകുമ്പോൾ ഇടയ്ക്ക് ഒരു ഇഞ്ചിയൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് തീരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണേ. അത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് മതി, ഒരു ചെറിയ കഷ്ണം മതി. ഇതുകൂടെ ആകുമ്പോഴാണ് ഇഞ്ചി തൈരിന് അതിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള രുചി നമുക്ക് കിട്ടുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ കഷ്ണം കടിക്കാൻ കിട്ടുകയൊക്കെ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി അങ്ങ് കരിഞ്ഞു പോകരുത്, നന്നായിട്ടൊന്ന് ചുവന്ന് വന്നാൽ മതി.
അപ്പോൾ ഇഞ്ചിയെല്ലാം നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഈ ഇഞ്ചി നമുക്ക് തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർക്കണമെന്നില്ല, ഇഞ്ചി മാത്രം നമുക്ക് കോരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് വറപൊട്ടിക്കാം. ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ വറയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അതിന് ശേഷം ഇത് നമുക്ക് തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, വളരെ പെട്ടെന്നല്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചി തൈര് നമ്മളിവിടെ തയ്യാറാക്കി. ഉച്ചയൂണിന് ചോറിൻ്റെ കൂടെ ഒരു വിഭവമായിട്ട് നമുക്കിത്, ഒരു കറിയായിട്ട് നമുക്കിത് കൂട്ടാവുന്നതാണ്. ഗ്യാസ് ട്രബിൾ പോലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് ഈ ഇഞ്ചിത്തൈര്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്